ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാം നിത്യജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ പരിഹരിക്കാൻ പറ്റുന്ന കുറച്ചധികം നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് നോക്കാം. നമ്മൾക്ക് എല്ലാം അടുക്കളയിൽ ഇതുപോലെ ചിരട്ടകൾ ദിവസേന ഒരുപാട് നമുക്ക് കിട്ടുന്നുണ്ടാവും. അത് പലപ്പോഴും നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് മാറ്റി വെക്കുന്നുണ്ടാവായിരിക്കാം. എന്നാൽ ഈ ഒരു ചിരട്ട കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു 40 വയസ്സിന് ശേഷം, അത് അതിന്റെ മുന്നേയും പല ആളുകൾക്കും, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പിഗ്മെന്റേഷൻ വരാറുണ്ട്. അതായത് കരിമങ്ങല്യം വരാറുണ്ട്. അപ്പൊ അങ്ങനെ കരിമങ്ങല്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് കാലം മുതലേ ഈ ഒരു ഇത് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. നമ്മളിപ്പോ അധികം നമ്മൾ ഒരു കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെന്റിനാണ് പോവാറുള്ളത്. അപ്പോൾ പിഗ്മെന്റേഷൻ മാറാനായിട്ട് ഇതുപോലെ ഈ ചിരട്ട ഒരല്പം വെള്ളം തൊട്ടിട്ട് ഞാൻ ചന്ദനം അരയ്ക്കുന്ന കല്ലിൽ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നൈസായിട്ട് അരച്ചെടുക്കണം. അപ്പൊ നമുക്ക് നല്ല മിനുസമുള്ള ഒരു കല്ലിൽ നന്നായിട്ട് അരച്ചു കൊടുത്താൽ മതി. ഒരല്പം വെള്ളം തൊട്ടിട്ട് അരച്ചു കഴിഞ്ഞാൽ ചന്ദനം അരയ്ക്കുന്നത് എങ്ങനെയുണ്ടോ അതുപോലെ നമുക്ക് അരഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ. നൈസായിരിക്കണം അരയ്ക്കുമ്പോൾ. അപ്പോൾ നമ്മളൊരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ കരിമങ്ങല്യം വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസും അതിനെ തുടർന്ന് വരാറുണ്ട്. അപ്പൊ ഇതുപോലെ ചിരട്ട നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇത് അരച്ചത് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏതൊക്കെ ഭാഗത്താണോ പിഗ്മെന്റേഷൻ ഉള്ളത് അവിടെ നല്ല തിക്കായിട്ട് തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ നമുക്ക് ഉറങ്ങാവുന്നതാണ് കേട്ടോ. പിറ്റേ ദിവസം അത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അങ്ങനെ ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിഗ്മെന്റേഷൻ മാറുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒരുപാട് നന്നായിട്ട് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് ഒരാഴ്ച എന്നുള്ളത് ചിലപ്പോൾ 2 ആഴ്ച വരെ തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ മതിയാവും. കരിമങ്ങല്യം ഉള്ളവർ ഇത് എന്തായാലും ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്. അടുത്തൊരു ടിപ്സ് ഒന്ന് നോക്കാം. വിരശല്യത്തിന്റെ ബുദ്ധിമുട്ടുള്ളവർ, പ്രത്യേകിച്ച് കുട്ടികൾക്കാണത് പൊതുവെ അധികമായിട്ട് വരാറുള്ളത്. അങ്ങനെയുള്ളവർക്ക് പല ട്രീറ്റ്മെന്റും നമ്മളിപ്പോൾ 6 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ മെഡിസിൻ ഒക്കെ എടുക്കാറുണ്ടാവും. എന്നിരുന്നാലും ഇതുപോലെ കോവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം പച്ചയായിട്ട് കഴിക്കാം. ഇങ്ങനെ പച്ചയായിട്ട് നമ്മൾ കോവയ്ക്ക പൊട്ടിക്കുമ്പോൾ തന്നെ അറിയാലോ, അതൊന്നൊരു കറ പോലെ വരും. ഒരു കറ, ചെറുതായിട്ടൊരു കറ പോലെ ഉണ്ടാവും. ആ കറ നമ്മൾ പച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിനകത്ത് ചെന്ന് നമ്മുടെ കുടലിലുള്ള ആ ഒരു കൃമികളൊക്കെ നശിപ്പിക്കാനായിട്ട് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ കോവയ്ക്ക. അപ്പൊ കുട്ടികൾക്ക് ഇത് ഫുഡായിട്ട് നമുക്ക് വേവിച്ചൊക്കെ കൊടുക്കാം. ഈ പച്ചയായിട്ട് കഴിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതുപോലെ തന്നെ കൊടുക്കാം കേട്ടോ. കുട്ടികളാണെന്നുണ്ടെങ്കിലും മുതിർന്നവരാണെന്നുണ്ടെങ്കിലും കോവയ്ക്ക പച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ കുടലിലുള്ള അനാവശ്യമായിട്ടുള്ള കൃമികളുടെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇത് അത്രയും ബെനിഫിറ്റ് ഉള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇരട്ടി ഗുണങ്ങളാണുള്ളത് കേട്ടോ. ഫുഡായിട്ടും എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഇനി പഴുത്തതോ പച്ചയോ നമുക്ക് ഏതാണോ കഴിക്കാൻ താല്പര്യം അത് ഇതുപോലെ പച്ചയായിട്ട് കഴിക്കാം. അപ്പൊ എന്തായാലും കുട്ടികൾക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ ആഴ്ചയിൽ 2 തവണ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിരശല്യമേ ഉണ്ടാവില്ല. ചെയ്ത് നോക്കണേ. നമ്മൾ മലയാളികൾക്ക് വെളിച്ചെണ്ണ ഇല്ലാതെ ഒരു ജീവിതം ഉണ്ടാവില്ല. നമ്മളെ വീട്ടിൽ ആട്ടിയെടുത്തുള്ള വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. എന്നാൽ നമ്മൾ കടയിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇനി പാക്കറ്റ് പോലുള്ള അല്ലെങ്കിൽ ബോട്ടിൽ വാങ്ങിക്കുന്നതാണെന്നുണ്ടെങ്കിലും അത് ശുദ്ധമാണോ എന്ന് നമുക്ക് പല സമയത്തും തിരിച്ചറിയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തു നോക്കാവുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള വെളിച്ചെണ്ണ ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നോക്കുക. അത് ഡോറിൽ വെച്ചാൽ മതി. ഞാനൊരു 15 മിനിറ്റ് ആയിരുന്ന സമയത്താണ് കേട്ടോ ഓപ്പൺ ചെയ്തത്. കണ്ടോ, നമ്മൾ വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ പാലിന്റെ കളറിൽ മാറിയിട്ടുണ്ട്. കാരണം അത് ഒന്ന് തണുപ്പ് തട്ടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ നല്ല വെളിച്ചെണ്ണ എന്നുണ്ടെങ്കിൽ അതൊരു പെട്ടെന്ന് കട്ടായി വരില്ലേ, ആ ഒരു സംഭവമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഇതുപോലെ പെട്ടെന്ന് തന്നെ കട്ടയാവുന്നുണ്ടെങ്കിൽ അത് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കലുള്ള വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ അതിന് ഇതുപോലെ കളർ ചേഞ്ച് വന്ന് കട്ടിയാവില്ല. അപ്പൊ നിങ്ങൾക്ക് ഇനി നിങ്ങൾ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അനാർക്കലി ഹെയർ ഓയിൽ, അതേപോലെ തന്നെ അനാർക്കലി ഫെയർനെസ് ഓയിൽ. അനാർക്കലി ഫെയർനെസ് ഓയിലിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പിഗ്മെന്റേഷൻ മാറാനും ഡാർക്ക് സ്പോട്ട് പോവാനും ഡാർക്ക് സർക്കിൾസ് മാറാനും
സ്കിന്ന് ബ്രൈറ്റ് ആവാനും സ്കിന്ന് സ്മൂത്ത് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫെയർനെസ് ഓയിലാണ് പപ്പായ, അതേപോലെ തന്നെ കുങ്കുമപ്പൂവ്, രക്തചന്ദനം, അവക്കാഡോ, ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കാച്ചിയെടുത്തുള്ള ഒന്നാണ് അനാർക്കലി ഫെയർനെസ് ഓയിൽ. ഓയിലി സ്കിന്ന് അല്ലാത്ത എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ഫെയർനെസ് ഓയിൽ കേട്ടോ. കുളിക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ ഒരല്പം ഈ ഒരു ഫെയർനെസ് ഓയിൽ എടുത്തിട്ട് ഫേസിലും അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിലൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ നല്ല രീതിയിൽ ചേഞ്ച് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫെയർനെസ് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ അനാർക്കലിയുടെ മറ്റൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഹെയർ ഓയിൽ. ഒരുപാട് പേർക്ക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയുള്ള ഒരു ഹെയർ ഓയിൽ. കേശ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള 27ലധികം ആയുർവേദ കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് കേട്ടോ ഈ അനാർക്കലി എന്ന് പറയുന്നത്. അത് അകാല നര മാറ്റാനും പിന്നെ അതേപോലെ തന്നെ മുടി സമൃദ്ധമായിട്ട് വളരാനും മുടി പൊട്ടിപ്പോകുന്നത് ഒഴിവാക്കാനും മുടി സോഫ്റ്റ് ആവാനും മുടി നല്ല ഇടതൂർന്ന മുടി വളർന്നു വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹെയർ ഓയിലാണ്. വളരെയധികം ശ്രദ്ധയോടെ തയ്യാറാക്കുന്ന ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. ഇതുപോലുള്ള ബോക്സുകൾ നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ എന്തായാലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മളത് സേഫ് ആയിട്ട് ഒട്ടും എയർ കിടക്കാത്ത രീതിയിൽ നമുക്കത് സൂക്ഷിക്കാനുള്ള ചെറിയൊരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് അതേപോലെ തന്നെ ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്തതിന് ശേഷം റബ്ബർ ബാൻഡ് എടുക്കുക. റബ്ബർ ബാൻഡ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു ഭാഗം ക്ലോസ് ചെയ്തത് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് എയർ കിടക്കില്ല, നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. നമുക്ക് എല്ലാ ബോക്സും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പുറത്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് പുറത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പ്രാണികളും കയറില്ല, എയറും പുറത്തുനിന്ന് കയറില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. പല ആളുകൾക്കും കൈകളിലും കാലുകളിലും ഇതുപോലെ നഖം കേടുവരാറുണ്ട്. ഒരുപാട് വേദനയും അതേപോലെ തന്നെ ഒരുപാട് സങ്കടം ഉണ്ടാവും ഇത്തരത്തിൽ നമുക്ക് നഖം കേട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒരു ഉപയോഗപ്രദമായ ഒരു ടിപ്സാണ് കേട്ടോ. ഇത് എന്തായാലും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം ആ കാലൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പിൻ്റെ കൂടെ ബേക്കിംഗ് സോഡ ചേർത്തി കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ നമ്മൾ കുക്കിങ്ങിന് എടുക്കുന്ന വിനീഗർ ഉണ്ടല്ലോ അതും കൂടി ഒരല്പം ഒഴിച്ചു കൊടുക്കാം. കുഴിനകം വന്നിട്ടുള്ള നഖത്തിൻ്റെ വേദനയും അതേപോലെ തന്നെ അതിനുള്ളിലെ പഴുപ്പുകളും അതിനുള്ളിലുള്ള അഴുക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തുള്ളത്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉജാല ചേർത്തി കൊടുക്കാം. ഉജാല നമ്മൾ ചേർക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കാല് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ഒരു തരത്തിലുള്ള വേദന ഉണ്ടാവില്ല. അതേപോലെ തന്നെ ആ ഭാഗത്തുള്ള സ്കിന്നിനെ നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കിയിട്ട് വേദനയും അതിൻ്റെ തൊലിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് ആ ഒരു മുറിവിനൊക്കെ ഉണക്കാനും ആ ഒരു ഭാഗത്തെ വേദന ഇല്ലാതാക്കി അതിന് സോഫ്റ്റ് ആക്കി നിലനിർത്താനൊക്കെ ഉജാല സഹായിക്കുന്നതാണ്. ഒരുപാടൊന്നും ഒറ്റിക്കേണ്ട, ഒരു 2-3 അല്ലെങ്കിൽ 4 മാക്സിമം ഒരു 4 തുള്ളി വരെ ഒറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ചെറു ചൂടാണ് വെള്ളം ഉണ്ടാവേണ്ടത്, ഒരുപാട് ചൂടാവും ചെയ്യരുത്. എന്നിട്ട് കാല് ഇതുപോലെ ഒന്ന് അതിലേക്ക് കുറച്ച് സമയം ഇറക്കി വെക്കാം. ഒരു 10-15 മിനിറ്റോളം ഇറക്കി വെക്കാം. ഇനി അതിൻ്റെ കൂടുതൽ സമയം വെച്ചാലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. ഞാനൊരു 20 മിനിറ്റോളം കാല് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ കാലിന് ഒരു കളറ് ലൈറ്റായിട്ട് ഞാൻ കൂടുതൽ സമയം വെച്ചതുകൊണ്ടാണ് ആ ഒരു ഉജാലേൻ്റെ കളർ വന്നിട്ടുള്ളത്. നിങ്ങളൊരു 10 മിനിറ്റ് വെച്ചാലും മതിയാവും കേട്ടോ. ആ വെള്ളമെല്ലാം നന്നായിട്ട് തുടച്ചതിന് ശേഷം ഈ ഒരു ഓയിൽമെൻ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. വൈറ്റ് ഫീൽഡ് ഓയിൽമെൻ്റ് ആണ്. ഈ ഒരു ഓയിൽമെൻറ്റ് തേച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 100% റിസൾട്ട് പറയുന്നു. നിങ്ങളുടെ ആ ഒരു കുഴിനഖത്തിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ മാറിയിട്ട് ആ നഖം പുതിയൊരു നഖം പോലെയായിട്ട് മാറി വരുന്നതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് ഈ ഒരു ഇത് പറഞ്ഞു കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ പേഴ്സണൽ ഇതാണ് കേട്ടോ. എൻ്റെ കാലിൽ ഒരു വിരലിന് മാത്രം ചെറിയൊരു കേട് വരൽ തുടങ്ങിയ സമയത്ത് ഈ ഒരു പ്രോസസ്സാണ് ആദ്യം ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ കാല് വെച്ചതിന് ശേഷം ഈ ഒരു ഓയിൽമെൻറ്റ് ഞാൻ ഒരാഴ്ച ഉപയോഗിച്ചപ്പോൾ തന്നെ വേദന മാറി കിട്ടി. പിന്നെ അതുപോലെ തന്നെ പുതിയൊരു നഖം നമുക്ക് എങ്ങനെയാണോ കേടൊന്നും ഇല്ലാതെ ഒരു നഖം വരുന്നത് ആ രീതിയിൽ തന്നെ നഖം മാറി കിട്ടിയിട്ടോ. അപ്പോൾ ഈ കുഴിനഖം ഉള്ളവർക്ക് എന്തായാലും 100% വർക്കാവുന്ന ഒരു ഓയിൽമെൻറ്റും ഈ ഒരു ടിപ്സുമാണ് കേട്ടോ.
പല ആളുകൾക്കും കണ്ടിട്ടുണ്ട്. പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം കൈകളിൽ പോലും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. നമുക്കൊന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഈ കൈകളിൽ വരെ ഈ ഒരു കുഴിനഖം ഉണ്ടാവുന്നത്. അപ്പൊ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇത് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ രാത്രിയിൽ ചെയ്ത് നമുക്ക് അത്രയും സമയം രാവിലെ ഉണരുന്നവരെ നമ്മുടെ നഖത്തിൽ ഈ ഒരു ഓയിൽമെന്റ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നല്ലതുപോലെ കേടായ നഖവും നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് മാറ്റം മതി. ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കാലൊക്കെ നന്നായിട്ട് ഇതുപോലെ കഴുകി തുടച്ചതിന് ശേഷം ഈ ഒരു ഓയിൽമെന്റ് ഇട്ട് വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരാഴ്ച നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നഖത്തിലൊക്കെ നല്ല മാറ്റം വരുന്നതാണ്. അപ്പോൾ നിങ്ങളിത് കുറച്ച് ദിവസം ഉപയോഗിക്കുക കേട്ടോ. എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.